ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ഉദയാസ്തമന പൂജ ഉപേക്ഷിക്കാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനമാണ്. ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഹിന്ദു സംഘടനകൾ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, തന്ത്രി കുടുംബം ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അവരിത് ഒന്നടങ്കം ഇതിനെ എതിർക്കുകയാണ്. തന്ത്രി ഇതിനെ അനുകൂലിക്കുമ്പോഴും ദേവസ്വം തയ്യാറായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകളുടെ തീരുമാനം. അപ്പോൾ എങ്ങനെയാണ് ഇനി ഈ ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെയുള്ള ക്ഷേത്രാചാരങ്ങൾക്ക് നേരെയുള്ള ഈ കടന്നുകയറ്റത്തെ ചെറുക്കേണ്ടത്? ഇതൊരു ഗുരുവായൂരിലെ വിഷയം മാത്രമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ലല്ലേ രോഹിണി? നമുക്ക് മുന്നിൽ എത്രയോ വിഷയങ്ങളുണ്ട്. കാരണം സൗകര്യാർത്ഥം മാറ്റിമറിക്കാനുള്ളതല്ലല്ലോ ആചാരങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും നട തുറക്കുന്നതിലും അല്ലെങ്കിൽ നട അടയ്ക്കുന്നതിലും അടക്കം സമയക്രമങ്ങൾ മാറ്റം വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശബരിമലയിൽ കണ്ടതാണ്. അതുമാത്രമല്ല, വർഷം മുഴുവൻ തുറന്നിരിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകണം എന്നൊക്കെയുള്ള ചർച്ചകൾ വന്നതാണ്. അവിടെയെല്ലാം ആചാരം എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മളൊക്കെ പറയുന്നുണ്ട്. അതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് ഇതിനെ സാമ്പത്തികമായാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ക്ഷേത്രങ്ങളെ ബിസിനസ് വൽക്കരിക്കുകയാണ്, സാമ്പത്തികവൽക്കരിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ്സായി കാണുകയാണോ എന്ന് തോന്നും. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി കൂടി ഇതിനെ എങ്ങനെയാണ് അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഈ ആചാരങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട്. നമുക്ക് ഏതായാലും ആനന്ദ് പുത്തൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആനന്ദ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഈ വിഷയം ഹിന്ദു സംഘടനകൾ ഏറ്റെടുക്കുകയാണ്. പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത് എത്രത്തോളം ഇതിന്മേലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം ഗുരുതരമാണ്, പ്രത്യാഘാതം എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ള കാര്യം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു വിശ്വാസികൾക്ക്, ഭക്തർക്ക്. തീർച്ചയായും, അതായത് നൂറ്റാണ്ടുകളായി തുടർന്നു വന്നുകൊണ്ടിരുന്ന ഒരു ആചാരം, പ്രത്യേകിച്ച് ഗുരുവായൂർ പോലെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ മാറ്റാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം എത്തിയത്. അപ്പോൾ ഇതൊരു കടന്നുകയറ്റമാണ്, ഇതൊരു ആചാര ലംഘനമാണെന്നുള്ള ഒരു തീർപ്പാക്കലിൽ തന്നെയാണ് സംഘടനകളും മാത്രമല്ല തന്ത്രി കുടുംബം അടക്കം എത്തിയിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ തന്ത്രി കുടുംബത്തിന് ഹൈക്കോടതിയെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നാണ്. അതായത് ഒരു ആചാരം സംരക്ഷിക്കാൻ കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു. കാരണം തന്ത്രി കുടുംബത്തോട് പോലും ആലോചിക്കാതെയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തതെന്നുള്ള ആരോപണം ശക്തമാവുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ഈ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് സമരങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മളത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതായത് എത്രയും പെട്ടെന്ന് ദേവസ്വം ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ്. മാത്രമല്ല ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കമുള്ള സംഘടനകളും ഇപ്പോൾ രംഗത്ത് വന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഹൈന്ദവ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വൃശ്ചിക മാസത്തിൽ നടത്തേണ്ട ഈ ഗുരുവായൂർ ഏകാദശി, ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ നടത്തേണ്ട ഉദയാസ്തമന പൂജ ഇന്നാണ് നടത്തുന്നത്. നവംബർ 12-നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്നത്, അതായത് ഭക്തജനങ്ങളാവട്ടെ സംഘടനകളാവട്ടെ തന്ത്രി കുടുംബം പറയുന്നത് ഉദയാസ്തമന പൂജ എത്ര തവണ വേണമെങ്കിലും നടത്താം, ഇപ്പോൾ ഇന്ന് നടത്താം, അതിലൊന്നും ആർക്കും എതിർപ്പില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ആചാരപരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ ഒരു അനുഷ്ഠാന ഒരു പൂജാവിധി അത് മാറ്റുമ്പോൾ അല്ലെങ്കിൽ അതിന് മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പാലിക്കേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ പ്രശ്നം വയ്ക്കൽ തന്നെയാണ്. അത് പക്ഷേ മുഖമണ്ഡപത്തിലായിരിക്കണം, ആചാര്യന്മാരുടെ സാന്നിധ്യത്തിലായിരിക്കണം. തന്ത്രി കുടുംബമായ അടക്കം ഒരു ചർച്ച ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് മാറ്റുന്നു, എന്താണ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് മാറ്റുന്നത് എന്നുള്ള ഒരു ചോദ്യം. ഈ പ്രശ്നവിധിയിൽ അത് മാറ്റാനുള്ള എന്തെങ്കിലും അത്തരം കാര്യം വന്നോ, അതോ അത്തരം ചോദ്യങ്ങൾ തന്നെയാണ് ഇവരും ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ലഭിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് ആ ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് അധികമാണ്, അതുകൊണ്ട് ഒന്നിലധികം തവണ നട അടയ്ക്കേണ്ടി വരുന്നുണ്ട്, ഏതാണ്ട് 5 തവണയോളം നട അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അത് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ട് ക്ഷേത്രത്തിനകത്തെ ഒരു ആചാരം മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നു എന്നാണ്. ഇവിടെയാണ് ഈ പ്രശ്നം ഉദിക്കുന്നത്. അത്തരത്തിൽ ഈ ഭക്തജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തിരക്കിന്റെയോ അല്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ടയോ എല്ലാം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് മറ്റ് നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സൗകര്യമാകുന്ന രീതിയിലേക്ക് അത് മറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തമാണ്. പകരം ക്ഷേത്രത്തിനകത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് നൂറ്റാണ്ടുകളായി തുടർന്നു വന്നുകൊണ്ടിരുന്ന ഒരു ആചാരത്തിന് മാറ്റം വരികയല്ല ചെയ്യേണ്ടത്. മാത്രമല്ല ഈ ഏകാദശി ദിവസം മാറ്റാനുള്ള ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്ന് നമ്മൾ ചില അവിടുത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അടിമുടി അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ തുടക്കത്തിലെ ഇതിനെതിരെ പ്രതിഷേധിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ അതിൻ്റെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ ആചാര ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഒരു സൂചന നൽകുക എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. അതേസമയം ആനന്ദ്, ഈ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ ഈ ഗുരുവായൂരിനെ സംബന്ധിച്ച് ഗുരുവായൂരിലെ ഏകാദശി ഉദയാസ്തമന പൂജ ഉപേക്ഷിക്കാനുള്ള ഈ തീരുമാനം മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം
സംസ്ഥാനത്തെമ്പാടും പലയിടങ്ങളിലും ഇത്തരത്തിൽ ഹൈന്ദവ ആചാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റമുണ്ട്. പ്രധാനപ്പെട്ട ഒരു ആവശ്യമേ അവർ മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ ഒരുപക്ഷെ ഇക്കാര്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എങ്കിൽ, അത്ര നിഷ്കളങ്കമാണെന്ന് കരുതുന്നില്ല, പക്ഷേ എങ്കിൽ പോലും അറിവില്ലായ്മയാണ് എങ്കിൽ അറിവുള്ളവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നൊരാവശ്യം, ദേവസ്വം ബോർഡുകളിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരാവശ്യം കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. അറിയാവുന്ന ആളുകളെ മാത്രം ദേവസ്വം ബോർഡുകളിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ഭരണഘടനാപരമായോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തീരുമാനങ്ങൾ വരേണ്ട കാര്യങ്ങൾ കൂടിയാണ്. ഇത്തരം ബോർഡിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോഴൊക്കെ ആ തരത്തിലൊക്കെയും വിപുലമായ അർത്ഥത്തിൽ ഈ ഒരു സമരം അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഹൈന്ദവ സംഘടനകൾ? തീർച്ചയായിട്ടും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം വിശ്വാസികളെ പൂർണ്ണമായും ദേവസ്വം ബോർഡുകൾ ഉൾപ്പെടുത്തുക എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിന്റെ അകത്തെ ആചാരങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്നായിട്ട് മാറും. അപ്പോൾ വിശ്വാസമുള്ളവരെ, ഈശ്വര വിശ്വാസമുള്ളവരെ ദേവസ്വം ബോർഡുകൾ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണ് ഈ ഹൈന്ദവ സംഘങ്ങൾ പറയുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ക്ഷേത്രങ്ങൾക്കെതിരെ കാര്യമായി തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ശ്രീകുടുംബ ക്ഷേത്രം, കൊടുങ്ങല്ലൂരിലെ ശ്രീകുടുംബ ക്ഷേത്രത്തിന് തണ്ടപ്പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ ഹിന്ദു ഐക്യവേദി ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നത് ക്ഷേത്രത്തിലെ തണ്ടപ്പേര് ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായെന്നാണ് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ആദ്യഘട്ട പ്രതിഷേധത്തെ തുടർന്നാണ് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തിയുടെ പേരിൽ നിന്ന് ആ തണ്ടപ്പേര് മാറ്റി ഒരു പൊതു ഇടം അല്ലെങ്കിൽ മറ്റിടം എന്നുള്ള തലത്തിലേക്ക് ആ പേര് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവിടുത്തെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാരവാഹികൾ എത്തിയത്. ഒരു സ്ത്രീ അടക്കം നിരവധി പേരെ കേസിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മാസം ആ കേസ് ഹൈക്കോടതി റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരത്തിൽ പല ഇടങ്ങളിൽ ഇത്തരത്തിൽ ആചാരങ്ങൾ ലംഘിക്കാനും ക്ഷേത്രങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റം വരുന്നുണ്ട് തന്നെയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. എന്തായാലും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് എന്തായാലും ആ തലത്തിലേക്ക് വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങൾ, പ്രത്യേകിച്ച് ശങ്കരാചാര്യ പോലുള്ള വലിയ സന്യാസിവരന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആ പൂജാവിധികൾക്ക് വിഘ്നം വരാനോ അത് മാറ്റം ചെയ്യാനുള്ള തീരുമാനങ്ങൾ അനുവദിച്ചു കൊടുക്കാനാവില്ല എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ നിലപാട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ശരിയാണ്.